ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. നാരായണീയ മധുരം 39ാമത്തെ ദിവസത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ ഗുരുനാഥനായ സാക്ഷാൽ പട്ടേരിപ്പാടിന്റെ ഒക്കെ കാരുണ്യാതിരേകം കൊണ്ട് ഓരോ ദിവസവും ഓരോ ശ്ലോകം എന്നുള്ള രീതിയിൽ നാരായണീയ മധുരമായി ഇതിനെ നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 4ാമത്തെ ദശകത്തിൽ 9ാമത്തെ ശ്ലോകമാണ് നാം വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ വ്യാഖ്യാനം, തുടർന്ന് ശ്ലോകം ശ്രീഹരിയ പരിഭാഷ. ത്വൽസമാധി വിജയേതു യഃ പുനർമംക്ഷുമോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈരുന്നയത്യജ സുഷുമ്നയാ ശനൈഃ. ഹേ അജ, അല്ലയോ ഭഗവാനെ, നിത്യസ്വരൂപനായിരിക്കുന്ന ജനിമൃതികളില്ലാത്തവൻ, ജനനമില്ലാത്തവനാണ് അജൻ. അല്ലയോ ഗുരുവായൂരപ്പ, യതു, യാതൊരുവനാണോ ത്വൽസമാധി വിജയേ, അങ്ങയിലുള്ള ആ നിർവികൽപ്പ സമാധിയെ നേടിക്കഴിയുമ്പോൾ, അതിൽ വിജയിക്കുമ്പോൾ, മംക്ഷു ക്രമേണവാ, ഉടനെ തന്നെ അല്ലെങ്കിൽ ക്രമത്തിൽ, മോക്ഷരസിക, മോക്ഷം നേടാൻ തൽപരനായി തീരുന്നു, മുമുക്ഷു ആയിട്ട് തീരുന്നു. സ, അങ്ങനെയുള്ളവൻ യോഗവശ്യം അനിലം,
പ്രാണായാമാദികളെ കൊണ്ട് അനിലം ആ കീഴടക്കിയ പ്രാണവായുവിനെ, യമം, നിയമം, ആസനം, പ്രാണായാമം ഇല്ലേ, പ്രാണായാമത്തിലാണ് പ്രാണവായുവിനെ കീഴടക്കാൻ സാധിക്കുക, നാഡീശുദ്ധി വരിക. അങ്ങനെ ഷഡാശ്രയൈഹി 6 സ്ഥാനങ്ങളിലൂടെ സുഷുമ്നയാ ശനൈഹി സുഷുമ്നാ നാഡിയിലൂടെ മെല്ലെ ഉന്നയതി അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഏതാണ് ഈ 6 സ്ഥാനങ്ങൾ? സജ്ജനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. മൂലാധാരം, അപ്പൊ നാഭിക്ക് താഴെ മൂലാധാരം. ധ്യാനമൊക്കെ ചെയ്തിരിക്കുമ്പോൾ ഒന്നുകിൽ കൈകൾ മുട്ടിലേക്ക് ചേർത്ത് വെക്കാം, അല്ലെങ്കിൽ നാഭിക്ക് താഴെ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ മൂലാധാരമാണ്. മൂലാധാരം, അത് കഴിഞ്ഞാൽ നാഭി കഴിഞ്ഞാൽ നാഭി പൊക്കിൾ കൂടിയാണ്. അതിന്റെ മുകളിൽ ഹൃദയം, ഉരസ്, താലുമൂലം, ഭ്രൂമധ്യം, ഇങ്ങനെയുള്ള 6 സ്ഥാനങ്ങളിലൂടെ ആ സുഷുമ്നാ നാഡി വഴി മെല്ലെ മെല്ലെ ഈ വായുവിനെ ഉയർത്തുന്നു എന്നാണ്. പിന്നെ എന്തു ചെയ്യും? അതാണ് നമ്മൾ അടുത്ത ശ്ലോകത്തിൽ കേൾക്കുന്നത്. ഇപ്പോ ഈ 9ാമത്തെ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലാം. അതിനുശേഷം അതിന്റെ പരിഭാഷയും പാടി സമർപ്പിക്കാം. ത്വൽസമാധി വിജയേതു യഃ പുനർമംക്ഷുമോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈരുന്നയത്യജ സുഷുമ്നയാ ശനൈഹി. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം ഇപ്പോ പാടുന്നു. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ ശ്രീകൃഷ്ണ. ജനീമൃതികളില്ലാത്ത ഭഗവാനെയ വീടുത്തെ സമാധിയിൽ വിജയിച്ചു വാഴുന്ന കാലം മോക്ഷാസക്തനായി അവൻ സ്വാധീനമാം ജീവവായു 6 സ്ഥാനങ്ങളിലൂടെ മേൽപോട്ടുയർത്തും. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ ശ്രീകൃഷ്ണ. നാരായണീയമാകുന്ന ഭക്തിസാഗരത്തിൽ മുങ്ങി ശ്രീഹരിയമെന്ന കല്ലു തപ്പിയെടുത്തു. മുത്തും പവിഴവും പോലെ ഭക്തിപൂർവം ഞാനീ കല്ലും മുരഹരി പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയന്റെ വികൃതിയെ കൃതിയാക്കി മാറ്റുന്നൊരാ വികൃതിതൻ വികൃതിക്കായി കാത്തിരിപ്പൂ ഞാൻ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.